നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 തിങ്കളാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തൊന്നും മറക്കാൻ കഴിയാത്ത നല്ല ഒരു ആഴ്ച തന്നെയായിരുന്നു. നിഫ്റ്റിയും സെൻസെക്സും ഏകദേശം 4% ഉയർന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 7% ഉയർന്നു. അടുത്തതായി US മാർക്കറ്റുകളിലേക്ക്. മൂഡീസ് US ക്രെഡിറ്റ് റേറ്റിംഗ് AAA നിന്ന് AA1 തരം താഴ്ത്തിയിരിക്കുന്നു. US സർക്കാരിന് വലിയ ബഡ്ജറ്റ് കമ്മി ഉള്ളതിനാലും ഉയർന്ന പലിശ നിരക്കുകൾ കാരണം കടം കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടായതിനാലുമാണ് ഇത് സംഭവിച്ചതെന്നാണ് മൂഡീസ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ റേറ്റിംഗ് കുറച്ചത് ബോണ്ട് ഈൽഡുകൾ കുറയാനും പലിശ നിരക്കുകൾ ഉയരാനും കാരണമായേക്കാം. ഇത് സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. S&P 500 0.70% ഇടിവിലാണ്. ഡൗ 0.75% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച USഉം ചൈനയും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെല്ലാം നീങ്ങിയതിന് ശേഷം കഴിഞ്ഞ ആഴ്ച US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഏതായാലും US മാർക്കറ്റിന് ഇന്നൊരു നെഗറ്റീവ് സ്റ്റാർട്ടിന് തന്നെയാണ് സാധ്യതയുള്ളത്. കൂടാതെ നിരവധി US സെൻട്രൽ ബാങ്ക് ഒഫീഷ്യൽസിൻ്റെ സ്പീച്ച് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച വളരെ നിർണായകം തന്നെ ആയിരിക്കും. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള US മാർക്കറ്റുകളിലെ ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 2% ഇടിവിലായിരുന്നു. വിപ്രോ 1.33% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.42% നേട്ടമുണ്ടാക്കി. ICICI ബാങ്ക് 0.06% ഇടിയുകയാണ് ഉണ്ടായത്. ഡോക്ടർ റെഡ്ഡി 0.35% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. യൂറോപ്യൻ വിപണിയും വെള്ളിയാഴ്ച ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇടിയുകയുണ്ടായി. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,06,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ നവംബറിന് ശേഷമുള്ള ഒരു ഏറ്റവും മോശം ആഴ്ചയായിരുന്നു നമുക്ക് ഗോൾഡിൽ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ആഴ്ച 4.1% ഇടിവാണ് സ്പോട്ട് ഗോൾഡിൽ ഉണ്ടായത്. ഇപ്പോൾ 1.5% മുകളിൽ നേട്ടത്തിലാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 69,760 രൂപയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം നിരവധി കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇപ്പോൾ Q4 ഇന്ത്യയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനികളുടെയൊക്കെ റിസൾട്ട് ഇപ്പോൾ എത്തരത്തിലാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുക എന്നാണ് നോക്കുന്നത്. 1099 കമ്പനികളുടെ, അതായത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ പ്രവർത്തന ലാഭം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഏകദേശം 15% വളർച്ചയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടോപ്പ് ലൈനിൽ അറ്റ വിൽപ്പന വെറും 6.5% വളർച്ചയാണ് നേടിയിരിക്കുന്നത്. ഇത് ദുർബലമായ ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നു. ഇൻപുട്ട് ചെലവുകളിലെ കുറവ് മാർജിനുകൾ വർദ്ധിക്കാൻ സഹായിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ ചെലവ് 52 ബേസിസ് പോയിന്റ്സുകൾ കുറഞ്ഞു. 4 പാദത്തിലെ ഏറ്റവും മികച്ച ഒരു ക്വാർട്ടറായിട്ട് തന്നെ ഇത് കണക്കാക്കാം. ഇനി ജീവനക്കാരുടെ ചെലവ് നോക്കുകയാണെങ്കിലും അല്പം മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും പ്രത്യേകതയായി എടുത്തു കാണിക്കേണ്ടത് ചെലവ് കുറയ്ക്കൽ കാരണം ഓപ്പറേറ്റിംഗ് ലാഭ മാർജിനുകൾ ഗണ്യമായി മെച്ചപ്പെട്ടു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. സ്ട്രോങ് Q4 ഏർണിംഗ്സ് ആയതുകൊണ്ട് തന്നെ അത് വളരെയേറെ പോസിറ്റീവാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. കൂടാതെ FISൻ്റെ ഇൻഫ്ലോ അതും ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ കുറഞ്ഞതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും പോസിറ്റീവായി തന്നെയാണുള്ളത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാല്യുവേഷൻ തന്നെയാണ്. നല്ല കൂടുതൽ വാല്യുവേഷൻ ആണുള്ളത്. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കമ്പനികളുടെ Q4 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഡൽഹി വെറി. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 72.6 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 190% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 6% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 2192 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയുടെ ഉള്ളത് 119 കോടി രൂപയിലാണ്. 100% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീണാണ്. നെറ്റ് പ്രോഫിറ്റിൽ 88.1% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 47.2 കോടി രൂപയാണ്. എന്നാൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5% ഇടിവ് രേഖപ്പെടുത്തി 876.1 കോടി രൂപയിലാണുള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ 12.7% ഇടിവും രേഖപ്പെടുത്തി. അടുത്തത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. നെറ്റ് ലോസ് ആയിട്ട് കമ്പനി രേഖപ്പെടുത്തിയത് 183 കോടി രൂപയാണ്. എന്നിരുന്നാലും അവരുടെ നെറ്റ് ലോസ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 190 കോടി രൂപയായിരുന്നു നഷ്ടമുണ്ടായിരുന്നത്. ഇയർ ഓൺ ഇയറിൽ 211 കോടി രൂപ നഷ്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തത് കൽപ്പതാരു പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്.
നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 37.2% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. 225.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18.3% വർധനവും രേഖപ്പെടുത്തി 7066.7 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. എബിറ്റിന് 18.9% വർധനവ് ഇയർ ഓൺ ഇയർ രേഖപ്പെടുത്തി 537 ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. പുതിയൊരു കോൺട്രാക്ട് ലഭിച്ചത് 2.44 ബില്യൻ്റേതാണ്. അടുത്തത് KEC ഇന്റർനാഷണൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊജക്ട്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കമ്പനിക്ക് 1133 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചു. അടുത്തത് RPP ഇൻഫ്ര പ്രൊജക്ട്സ് കമ്പനിക്ക് 154.43 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി ഡിവിസ് ലാബാണ്. നെറ്റ് പ്രോഫിറ്റിൽ 23% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 662 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.2% വർധനവ് രേഖപ്പെടുത്തി 2585 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 21.2% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. കമ്പനി ഡിവിഡൻഡായി 30 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് പ്രഖ്യാപിച്ചത്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഭാരത് ഇലക്ട്രോണിക്സ്, ഡോഡ്ല ഡയറീസ്, ഡോംസ് ഇൻഡസ്ട്രീസ്, HEG, JK പേപ്പർ, ഹോണ്ട ഇന്ത്യ പവർ പ്രൊഡക്ട്സ്, ഇന്നോവ ക്യാപ്റ്റാബ്, ജൂപ്പിറ്റർ വാഗൺസ്, കാവേരി സീഡ്, വൺ മൊബിക്വിക് സിസ്റ്റംസ്, ന്യൂ ഇന്ത്യ അഷുറൻസ്, റിഡ്കോ ലോജിസ്റ്റിക്സ്, സ്റ്റീൽ എക്സ്ചേഞ്ച് ഇന്ത്യ, സൈഡസ് വെൽനസ് തുടങ്ങിയ കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ടിറ്റാഗ്ര, മണപ്പുറം ഫിനാൻസ്, ഹിൻഡ് കോപ്പർ തുടങ്ങിയവയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ബാച്ചുകൾ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് തിരുവനന്തപുരം നെട്ടയത്താണ്. നേരിട്ട് പോയി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ സെന്ററിൽ പോയിരുന്ന് പഠിക്കാവുന്നതാണ്. ലൈവ് സപ്പോർട്ടും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. മറ്റ് സ്റ്റുഡൻസിന് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിലുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അടുത്തത് FIDA ആക്ടിവിറ്റിയാണ്. FIS 8831 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച ബൈ ചെയ്തിട്ടുള്ളത്. DIS ആവട്ടെ 5187 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FISന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള ബൈയിങ് ആണ് ഈ സമീപ ദിവസങ്ങളിലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് മൂഡീസ് റേറ്റിംഗ് ഏജൻസി US ഡൗൺഗ്രേഡ് ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.35% ഇടിവിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.14% ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 0.47% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 1% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,070 എന്ന നിലയിലാണ്. 18 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് US ചൈന ട്രേഡ് ടെൻഷനുകൾ കുറഞ്ഞതോടെ ഓയിൽ പ്രൈസുകൾ വെള്ളിയാഴ്ച 1% നേട്ടമുണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് $65.28 പെർ ബാരൽ എന്ന നിലയിൽ 0.21% ഇടിവിലാണ്. WTI ഉള്ളത് $61.84 പെർ ബാരൽ എന്ന നിലയിൽ 0.21% തന്നെ ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 25,019 42 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,250 മുതൽ 25,500 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു അപ്സൈഡിലെ ലെവൽ തന്നെ ആയിരിക്കും. കൂടാതെ വ്യാഴാഴ്ചത്തെ ആ ഒരു ലോങ് ബുൾ ക്യാൻഡലിന്റെ ഹൈ ആയിട്ടുള്ള 25,116 ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,800 24,800 മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ആയില്ലെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 23,800 ഓവറോൾ ഇപ്പോഴും നിഫ്റ്റി നല്ല പോസിറ്റീവിൽ തന്നെയാണ്. എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും വലിയ നെഗറ്റീവായിട്ടുള്ള ഫാക്ടറുകളൊന്നും ഇപ്പോഴും നിഫ്റ്റിയിൽ കാണാനില്ല. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 26,000 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,500 സ്ട്രൈക്കിലും അതിനുശേഷം 25,100 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000, അതിനുശേഷം 24,000 സ്ട്രൈക്ക്, അതിനുശേഷം 24,700 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,100, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,000 സ്ട്രൈക്കിൽ 77% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 76% വർധനവ് ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ്. 24,980 244% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 273% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,050 സ്ട്രൈക്കിൽ 90% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 177% വർധനവ് കുറച്ചുകൂടി വലിയൊരു ഷോർട്ട് ബിൽഡപ്പാണത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ളത് 25,050 24,950 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,355 ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്.
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് 55,480 എന്ന ലെവൽ ക്രോസ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡൗൺ സൈഡിൽ 53,890 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,600 ഒരു റെസിസ്റ്റൻസ് ആവാനും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000 ഇന്ത്യ വിക്സിലേക്ക് 16.55 2% ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ഇടിഞ്ഞത്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുവഴി പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.